സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS Rockers 2.0. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ ഇതാ ലൈവിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജിൻഡോ ഇപ്പോൾ എല്ലാവരും പോയി ഭീഷണിപ്പെടുത്തുവാണ്, അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. രാജാവ് വരുന്നതിന് മുമ്പ് ഒരു തക എന്ന് ചെണ്ടമേളൊക്കെ വെച്ചിട്ട് രാജാവ് വരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ, ആ രീതിയിൽ ജിൻഡോ പോയിട്ട് നേരത്തെ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ നേരത്തെ തന്നെ പോയി എല്ലാവർക്കും വാണിംഗ് കൊടുത്ത് സൂചിപ്പിക്കുകയാണ് ലൈവിൽ. ആദ്യം പറയുന്നുണ്ട്, അർജുൻ നിന്നെക്കുറിച്ച് എനിക്ക് നല്ലൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. നീ പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വിചാരിച്ചു. പക്ഷെ നീ ലോകത്തെണ്ടിയാണ്, നീ ലോക വൃത്തികേടൊക്കെ ചെയ്ത് കൂട്ടി. എനിക്ക് നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ ഇനി നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അർജുനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീധുവിന് ഞാൻ ഇതുവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഇനി നിന്നെയും ഞാൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഋഷീൻ്റെ അടുത്തും അതുപോലെ തന്നെ അൻഷുബേൻ്റെ അടുത്തൊക്കെ പോയെന്ന് പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത സെക്ഷൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള എൻ്റെ നെഗറ്റീവ് ഇമേജസ് ഒക്കെ പുറത്ത് പോകുന്നു, നെഗറ്റീവായിട്ട് എന്നെ പുറത്ത് കാണിക്കുന്നത് പോലെ ഗബ്രി ആഴ്ച എന്നെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാലേട്ടൻ വരുമ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ പുറത്തുള്ള നാട്ടുകാർക്ക് എന്ത് വിചാരിക്കാനാ എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെക്കുറിച്ച് മോശമായിട്ട് ഗബ്രി എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ലാണ്ട് ജിൻഡോ ഭയങ്കര കലിപ്പിലാണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എല്ലാവരും ചുറ്റും നിന്നിട്ട് ഈ ജിൻഡോനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് ആക്രമിക്കുകയാണ്. അത് ജിൻഡോയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ജിൻഡോ എന്നാലും പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻസ് പവർ കൂടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് അടിക്കട്ടോ.